ഏത്തൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങെടുത്ത് ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാം. വേറൊന്നുമല്ല, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയത്. ഫസ്റ്റ് ഒരു ചട്ടിക്കകത്ത് കുറച്ച് എണ്ണയും കുറച്ച് നെയ്യിട്ട് നമ്മൾ തൊള്ള കുറച്ച് നട്ട്സ് ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു പാത്രത്തിൽ 3 കട്ട ശർക്കരയും 1 കപ്പ് വെള്ളം കൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ നട്ട്സ് ഒക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം ഏത്തക്ക ഇപ്പോൾ നമ്മൾ 6 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ലപോലെ വഴറ്റി എടുക്കാവേ. ഇത് വഴറ്റി എടുത്തതിന് ശേഷം ഇതേ കൂട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് ഉടച്ചു കൊടുക്കാവേ. ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ശർക്കര പാനെ ഫുള്ളായിട്ട് അലിഞ്ഞിട്ടിട്ടില്ല കേട്ടോ. ഒരു കട്ട ഫുള്ളായിട്ട് അലിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ പഴം നല്ലപോലെ അങ്ങോട്ട് ഉടച്ചു കൊടുക്കാം കേട്ടോ. ആ തവി കൊണ്ടാണ് ഉടയ്ക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഫുള്ള് ശർക്കരയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ് വെച്ച് അരിച്ച് നമ്മുടെ ഏത്തക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു തവി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാവേ. നല്ലപോലെ ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ല സ്പീഡിലൊന്നും ഇളക്കരുത്. ഭയങ്കര സ്മൂത്തായിട്ട് സ്ലോ ആയിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും ഇട്ടുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിടുന്ന സമയത്ത് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെയാണ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 2 കപ്പ് വറുത്ത റവ ഇട്ട് കൊടുക്കാവേ. ഞാൻ മുമ്പ് ചക്കരപ്പാനി ഒഴിക്കുന്നത് പറഞ്ഞില്ലായിരുന്നോ, ഇളക്കിക്കൊണ്ടല്ല ഒഴിക്കേണ്ടതെന്ന്. ഇതും ഇളക്കിക്കൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം ഇടണം. പിന്നെ അതിനകത്തോട്ട് വറുത്ത കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ നമ്മൾ ആദ്യം വറുത്ത വെച്ച നമ്മുടെ നട്ട്സൊക്കെ ഇല്ലേ, അതും ഇട്ട് കൊടുക്കാവേ. അതും ഇട്ടുകൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കുന്ന സമയത്ത് സ്പൂൺ അടിയിൽ കൂടെ ഇറക്കി വേണം ചെയ്യാൻ വേണ്ടി. നമ്മൾ ഉണ്ടാക്കിയ സാധനം ഒരു മാവൊക്കെ പോലെ ആവണം. ഇതേ കൂട്ടൊക്കെ നമ്മൾ കുറേ ഇളക്കും കുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഏത്തക്ക മാവിൻ്റെ അവസ്ഥ ഇതേ കൂട്ടൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ വെളിയിൽ പോയിട്ട് വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഈ വാഴയിൽ നല്ലപോലെ കഴുകി അതിനകത്ത് എണ്ണ തൂത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഏത്തക്ക മാവില്ലേ അതിനകത്തോട്ട് ഇട്ട് വെക്കുക കേട്ടോ. ഷേപ്പിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാവ് കയറുമ്പോൾ അതേ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. സംഭവം ഒരു ഇലയപ്പത്തിൻ്റെ ഇട്ടൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇത് ഇലയപ്പമല്ല, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. പിന്നെ നമ്മളത് ഇഡലിക്കത്തിനകത്തോട്ട് നമ്മുടെ ഏത്തക്ക അടയും വെച്ച് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നമ്മുടെ ഇലയപ്പത്തിൻ്റെ ഒരു മാമനായിട്ട് വരും. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇലയപ്പത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോലും പോകത്തില്ല. മാത്രമല്ല നമ്മുടെ ഏത്തക്കടയുടെ ടേസ്റ്റ് തികച്ചും വ്യത്യാസമാണ്. നമ്മൾ ഇലയപ്പൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വാഴയിലയിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇലയപ്പത്തിൻ്റെ മാമോനൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു അറ്റത്ത് പോലും വരില്ല. നമ്മൾ പറഞ്ഞിരുന്ന വിഷയത്തിൽ നിന്ന് സംഭവം നല്ല സൂപ്പർ. അപ്പം ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഇത്ര